ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജീൻ റെഗുലേഷൻ ഇൻ പ്രൊക്കാരിയോട്സ് പാർട്ട് 2. Gene regulation in prokaryotes is most extensively observed at the initiation of transcription. Thus, the gene expression during transcription initiation is affected by regulation. The regulation usually takes place in the expression of the RNA polymerase at the promoter site. This affects the accessory proteins which bind to the recognition sites. These accessory proteins can regulate the promoter site in two ways. First one, positive regulation by activators. Second one, negative regulation by repressors. അതായത് പ്രൊക്കാരിയോട്സിൻ്റെ കേസിൽ ജീൻ റെഗുലേഷൻ കൂടുതലായും നടക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ്. ട്രാൻസ്ക്രിപ്ഷൻ ഇനീസിയേഷൻ സമയത്ത് ജീൻ എക്സ്പ്രഷൻ കൂടുതലായും റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് RNA പോളിമറൈസ് പ്രൊമോട്ടർ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് അനുസരിച്ചാണ്. അപ്പം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് അക്സസറി പ്രോട്ടീൻസ്. അപ്പം അക്സസറി പ്രോട്ടീൻസ് അതിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ അക്സസറി പ്രോട്ടീൻസിന് പ്രൊമോട്ടർ സൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. രണ്ട് രീതിയിലാണ് അക്സസറി പ്രോട്ടീൻസ് പ്രൊമോട്ടർ സൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് റെഗുലേഷൻ ബൈ ആക്ടിവേറ്റേഴ്സ്, നെഗറ്റീവ് റെഗുലേഷൻ ബൈ റിപ്രസേഴ്സ്. ഒന്ന് പോസിറ്റീവ് റെഗുലേഷൻ ബൈ ആക്ടിവേറ്റേഴ്സ്, രണ്ട് നെഗറ്റീവ് റെഗുലേഷൻ ബൈ റിപ്രസേഴ്സ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒന്ന് പ്രൊമോട്ടർ സൈറ്റിൽ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പം ട്രാൻസ്ക്രിപ്ഷൻ പ്രൊക്കാരിയോട്സിൻ്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കുന്ന സമയത്താണ് ജീൻ റെഗുലേഷൻ നടക്കുന്നതും ജീനിൻ്റെ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്നതും. For operons under positive control, the genes are expressed only when an active regulator protein, example an activator, is present. Thus, the operon will be turned off when the positive regulatory protein is absent or inactivated. അതായത് പോസിറ്റീവ് കൺട്രോളിന് വിധേയമായ ഓപ്പറോൺസിൻ്റെ കേസിൽ ജീൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ള റെഗുലേറ്റർ പ്രോട്ടീൻ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആക്ടിവേറ്റർ പ്രസൻ്റ് ആണ് എങ്കിൽ മാത്രമാണ് ഓപ്പറോൺസിലെ ജീൻസ് എക്സ്പ്രസ് ആവുന്നുള്ളൂ. അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന പ്രോട്ടീൻസ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് കൺട്രോളിന് വിധേയമായിരിക്കുന്ന ഓപ്പറോൺസിന് ടേൺ ഓഫ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റെഗുലേറ്ററി പ്രോട്ടീൻ ആബ്സെൻ്റ് ആയിരിക്കുകയോ ഇനാക്ടിവേറ്റഡ് ആയിരിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഓപ്പറോൺസ് ടേൺ ഓഫ് ആകുന്നുള്ളൂ. ഫോർ ഓപ്പറോൺസ് അണ്ടർ നെഗറ്റീവ് കൺട്രോൾ, ദ റെഗുലേറ്ററി പ്രോട്ടീൻ യൂസ്ഡ് ഈസ് എ റിപ്രസർ. ജീൻസ് ആർ എക്സ്പ്രസ്ഡ് അൺലെസ് ദേ ആർ ടേൺഡ് ഓഫ് by a repressor that binds to DNA and inhibiting transcription. Thus, the operon will be turned off when the repressor is present, but on when the repressor is absent or somehow inactivated. ഇവിടെ ഓപ്പറോൺസ് നെഗറ്റീവ് കൺട്രോളിന് വിധേയമായിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ഇവിടുത്തെ റെഗുലേറ്ററി പ്രോട്ടീൻ ഏതാണ്? ഒരു റിപ്രസറാണ്. ഈ ഒരു കേസിൽ ജീനിൻ്റെ എക്സ്പ്രഷൻ ടേൺ ഓഫ് ആകുന്നതിന് കാരണം റിപ്രസർ പ്രോട്ടീൻസ് DNA വന്ന് ബൈൻഡ് ചെയ്യുന്നു. അതുവഴി ട്രാൻസ്ക്രിപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അപ്പം റിപ്രസർ പ്രോട്ടീൻ DNA ബൈൻഡ് ചെയ്താൽ ട്രാൻസ്ക്രിപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യപ്പെടുകയും അതുവഴി ജീനിൻ്റെ എക്സ്പ്രഷൻ നടക്കാതെ വരികയും ജീൻസ് ടേൺ ഓഫ് ആകുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഓപ്പറോൺസ് റിപ്രസർ പ്രോട്ടീൻ്റെ പ്രസൻസിൽ ടേൺ ഓഫ് ആകുന്നു. ഇങ്ങനെയുള്ള ഓപ്പറോൺസ് ടേൺ ഓൺ ആകുന്നത് റിപ്രസർ പ്രോട്ടീൻ ആബ്സെൻ്റ് ആയിരിക്കുകയോ
റിപ്രസർ പ്രോട്ടീൻ ഇനാക്ടിവേറ്റഡ് ആകുകയോ ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമാണ് നെഗറ്റീവ് കൺട്രോളിന് വിധേയമായിരിക്കുന്ന ഓപ്പറോൺസ് ടേൺ ഓൺ ആകുന്നത്. One of the best understood examples of gene regulation is the LAC operon of E. coli. Regulation of the LAC operon was first described by Jacob and Monod. Their discoveries gave rise to a large subdisciplines within molecular biology devoted to the understanding of genetic regulation. The preferred carbon and energy source for E. coli is glucose, but E. coli will instead metabolize lactose if no glucose is present in the growth medium. ജീൻ റെഗുലേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് E. coli ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ലാക് ഓപ്പറോൺ ആണ്. ലാക് ഓപ്പറോണിൻ്റെ റെഗുലേഷൻ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് ജേക്കബും മൊണാണ്ടുമാണ്. The preferred carbon and energy source for E. coli is glucose, but E. coli will instead metabolize lactose if no glucose is present in the growth medium. E. coliയിലെ പ്രിഫേർഡ് ആയിട്ടുള്ള കാർബൺ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. ഗ്രോത്ത് മീഡിയത്തിൽ അല്പം പോലും ഗ്ലൂക്കോസ് ഇല്ല എന്ന ഒരു കണ്ടീഷനിൽ E. coliക്ക് ഗ്ലൂക്കോസിന് പകരം ലാക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലാക്ടോസ് ഈസ് എ ഡൈസാക്കറൈഡ് composed of the sugars galactose and glucose. Beta galactosidase cleaves the glycosidic bond that connects galactose and glucose, thereby releasing free glucose and free galactose, which another cellular enzyme converts into glucose. അതായത് ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്കറൈഡ് ആണ്. ലാക്ടോസ് ഫോം ചെയ്തിരിക്കുന്നത് ഗാലക്ടോസും ഗ്ലൂക്കോസും 2 മോണോമെറിക് യൂണിറ്റുകൾ ചേർന്നിട്ടാണ്. ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഗാലക്ടോസും ഗ്ലൂക്കോസും ഫ്രീ ആക്കുന്നത്. ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ലിങ്ക്സ് ദ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ഗാലക്ടോസ് ടു ദ ഫോർത്ത് പൊസിഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ 4th പൊസിഷനും ഗാലക്ടോസിൻ്റെ ഫസ്റ്റ് പൊസിഷനും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ ഈ ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. ബീറ്റ ഗാലക്ടോസിഡേസ് ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ക്ലീവ് ചെയ്ത് ലാക്ടോസിൽ നിന്നും ഗാലക്ടോസിനെയും ഗ്ലൂക്കോസിനെയും ഫ്രീ ആക്കുന്നു. ലാക്ടോസ് ബ്രേക്ക് ചെയ്ത് ഫോം ചെയ്യുന്ന മോണോമെറിക് യൂണിറ്റുകളാണ് ഗാലക്ടോസും ഗ്ലൂക്കോസും. 2 conditions must be met in order for the LAC operon to be expressed. First one, glucose must be absent, and the second one, lactose must be present. The operon consists of LAC Z, LAC Y and LAC A genes that were called structural genes. By definition, structural genes encode proteins that participate in cell structure and metabolic function. The LAC operon is transcribed into an mRNA encoding the Z, Y and A proteins. ലാക് ഓപ്പറോൺ എക്സ്പ്രസ് ആകുന്നത് 2 കണ്ടീഷൻസിൻ്റെ ബേസിസിലാണ്. ഫസ്റ്റ് വൺ, ഗ്ലൂക്കോസ് മസ്റ്റ് ബി ആബ്സെൻറ്റ്. ഗ്ലൂക്കോസ് ആബ്സെൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ E. coli ലാക്ടോസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ലാക്ടോസ് മസ്റ്റ് ബി പ്രസൻറ്റ്. ലാക്ടോസിൻ്റെ ലാക്ടോസ് ഉണ്ട് എങ്കിൽ ലാക് ഓപ്പറോൺ എക്സ്പ്രസ് ആകുന്നു. അപ്പോൾ ഈ ഓപ്പറോണിൽ
കാണപ്പെടുന്ന സ്ട്രക്ചറൽ ജീൻസ് ആണ് LAC Z, LAC Y ആൻഡ് LAC A ജീൻസ്. സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. as already noted, by definition structural genes encode പ്രോട്ടീൻസിനെ എൻകോഡ് ചെയ്യുന്ന ജീൻസ് ആണ് സ്ട്രക്ചറൽ ജീൻസ് that participate in cell structure and metabolic functions. അപ്പം ഈ ഓരോ ജീൻസിൽ നിന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള mRNA പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. The LAC Z gene encodes beta-galactosidase, the enzyme that breaks lactose, a disaccharide, into galactose and glucose. LAC Z ജീൻ എൻകോഡ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ്. ഈ എൻസൈം ഡൈസാക്രൈഡ് ആയിട്ടുള്ള ലാക്ടോസിനെ ബ്രേക്ക് ചെയ്ത് ഗാലക്ടോസും ഗ്ലൂക്കോസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. The LAC Y gene encodes lactose permease, a membrane protein that facilitates lactose entry into the cell. LAC Y ജീൻ എൻകോഡ് ചെയ്യുന്നത് പെർമിയേസസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ്. അത് മെംബ്രെയിൻ പ്രോട്ടീനാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? സെല്ലിലേക്ക് ലാക്ടോസിൻ്റെ എൻട്രി പെർമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്യുന്നത്. അപ്പം LAC Y ജീൻ എൻകോഡ്സ് ലാക്ടോസ് പെർമിയേസ്, എ മെംബ്രെയിൻ പ്രോട്ടീൻ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ലാക്ടോസ് എൻട്രി ഇൻ ടു ദ സെൽ. LAC A encodes trans-acetylase, an enzyme that modifies lactose. LAC A ജീൻ എൻകോഡ് ചെയ്യുന്ന എൻസൈമാണ് ട്രാൻസ്-അസെറ്റൈലേസ്. ഈ എൻസൈം യൂസ് ചെയ്യുന്നത് ലാക്ടോസിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദ I gene to the left of the LAC Z gene is a regulatory gene. I ജീൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. റെഗുലേറ്ററി ജീനാണ്. അതിൻ്റെ ഫങ്ഷനൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. The operator sequence separating the I and Z genes is a transcription regulatory DNA sequence. അപ്പം I ജീനെയും Z ജീനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്ററി DNA സീക്വൻസ് ആണ് ഓപ്പറേറ്റർ സീക്വൻസ്. അടുത്തത് നെഗറ്റീവ് റെഗുലേഷൻ ബൈ ദ റിപ്രസർ. നെഗറ്റീവ് റെഗുലേഷൻ ബൈ ദ റിപ്രസർ. In the absence of lactose, the LAC repressor protein encoded by the LAC I gene with a separate promoter that is always active binds to the operator sequence in the DNA. The operator sequence is a type of DNA regulatory element as described. Repressor protein bound to the operator prevents RNA polymerase from initiating transcription. നെഗറ്റീവ് റെഗുലേഷൻ നടത്തുന്നത് റിപ്രസർ പ്രോട്ടീനെ യൂസ് ചെയ്തുകൊണ്ടാണ്. LAC I ജീനിൽ നിന്നുമാണ് LAC റിപ്രസർ പ്രോട്ടീൻ എൻകോഡ് ചെയ്യപ്പെടുന്നത്. LAC I ജീനിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ ഉണ്ടായിരിക്കും. അത് എല്ലായ്പ്പോഴും ആക്റ്റീവായിരിക്കും. ഇങ്ങനെ LAC I ജീനിൽ നിന്നും എൻകോഡ് ചെയ്യപ്പെടുന്ന LAC റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ സീക്വൻസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓപ്പറേറ്റർ സീക്വൻസ് എന്ന് പറയുന്നത് DNA റെഗുലേറ്ററി എലമെൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്. അപ്പോഴിങ്ങനെ LAC റിപ്രസർ പ്രോട്ടീൻ DNAയിലെ ഓപ്പറേറ്റർ സീക്വൻസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുകയും അതുവഴി RNA പോളിമറൈസിൻ്റെ മൂവ്മെൻറ്റിനെ തടയുന്നു. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീസിയേഷൻ നടക്കാതെ വരുന്നു. ടു പ്രിവെൻറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. When lactose is present, an inducer molecule derived from lactose binds allosterically to the repressor and causes the repressor to leave the operator site. RNA polymerase is then free to initiate transcription if it successfully binds to the LAC promoter.
Lactose itself serves as the inducer. If cells are grown in the presence of lactose, some of the lactose entering the cells is converted to allolactose. Allolactose binds to the repressor sitting on the operator DNA to form a two-part complex. The allosterically altered repressor dissociates from the operator and RNA polymerase can transcribe the LAC OPERON genes. ലാക്ടോസ് പ്രസൻ്റ് ആണ് എങ്കിൽ ലാക്ടോസ് ഇറ്റ്സെൽഫ് സെർവ് ആസ് ദ ഇൻഡ്യൂസർ. ലാക്ടോസ് ഒരു ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കണ്ടീഷനിൽ ലാക്ടോസ് പ്രസൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ വളരുന്ന സെല്ലുകൾ, അങ്ങനെയുള്ള സെല്ലുകളിലേക്ക് ലാക്ടോസ് എൻ്റർ ചെയ്യുകയും ആ ലാക്ടോസ് അല്ലോ ലാക്ടോസായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ലാക്ടോസ് അല്ലോ ലാക്ടോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. ബീറ്റ ഗാലക്ടോസിഡേസ് ഫോർ ദ കൺവേർഷൻ ഓഫ് ലാക്ടോസ് ടു അല്ലോ ലാക്ടോസ്. അല്ലോ ലാക്ടോസ് എന്ത് ചെയ്യുന്നു? അല്ലോ ലാക്ടോസ് റിപ്രസർ പ്രോട്ടീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അല്ലോ ലാക്ടോസ് ഓപ്പറേറ്ററിൽ കാണപ്പെടുന്ന റിപ്രസറിലേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം സാധാരണഗതിയിൽ ഓപ്പറേറ്ററിൽ റിപ്രസർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RNA പോളിമറൈസിൻ്റെ മൂവ്മെൻറ്റിനെ തടയുകയും അതുവഴി ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ വരികയും ചെയ്യുന്നു. എന്നാൽ ലാക്ടോസിൻ്റെ പ്രസൻസ് ലാക്ടോസ് അല്ലോ ലാക്ടോസായിട്ട് മാറുകയും അല്ലോ ലാക്ടോസ് റിപ്രസർ പ്രോട്ടീനിലേക്ക് അല്ലോസ്റ്റിറിക്കലി വന്ന് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റിപ്രസർ പ്രോട്ടീൻ്റെ കൺഫർമേഷൻ ചേഞ്ച് നടക്കുകയും അത് ഓപ്പറേറ്ററിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം RNA പോളിമറൈസിന് ഫ്രീലി ലാക് ഓപ്പറോണിലൂടെ മൂവ് ചെയ്യാനും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിനും കാരണമാകുന്നു. അതായത് ലാക്ടോസ് അല്ലോ ലാക്ടോസായിട്ട് മാറുന്നു ബൈ ദ പ്രസൻസ് ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ്. അതിൻ്റെ ഫലമായിട്ട് അല്ലോ ലാക്ടോസ് അല്ലോസ്റ്റിറിക്കലി ഓപ്പറേറ്റർ സീക്വൻസിൽ കാണപ്പെടുന്ന റിപ്രസറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. റിപ്രസറിൻ്റെ അല്ലോസ്റ്ററിക് സൈറ്റിലേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലോസ്റ്ററിക്കലി ബൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലോസ്റ്ററിക് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അല്ലോസ്റ്ററിക് സൈറ്റിലേക്ക് ഒരു ഇൻഡ്യൂസർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇഫക്റ്റർ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടാകുകയും കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അത് ഓപ്പറേറ്റർ സീക്വൻസിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് മാറുകയും ചെയ്യും. RNA പോളിമറൈസ് DNA സീക്വൻസിലൂടെ മൂവ് ചെയ്യുകയും ട്രാൻസ്ക്രിപ്ഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അല്ലോസ്റ്ററിക് സൈറ്റിലേക്ക് അല്ലോ ലാക്ടോസ് വന്ന് ബൈൻഡ് ചെയ്താൽ ആക്റ്റീവ് സൈറ്റിൻ്റെ കൺഫർമേഷൻ ചേഞ്ച് നടക്കുന്നു. അങ്ങനെയാണ് റിപ്രസർ മോളിക്യൂൾ ഓപ്പറേറ്റർ സീക്വൻസിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് പോസിറ്റീവ് റെഗുലേഷൻ ബൈ CAP ക്യാപ്പ് കാറ്റബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീൻ or cyclic AMP receptor protein. Glucose is the preferred substrate for energy metabolism. When glucose is present, cells transcribe the LAC OPERON only at very low levels. So the cells obtain most of their energy from glucose metabolism. RNA polymerase by itself binds rather poorly to the LAC promoter. Glucose starvation causes a rise in the levels of cyclic adenosine monophosphate and intracellular alarm signal. Cyclic AMP binds to the catabolic activator protein CAP. The CAP plus cyclic AMP complex binds to the CAP binding site near the LAC promoter and recruits RNA polymerase to the promoter. High-level transcription of the LAC operon requires both that CAP plus cyclic AMP be bound to the CAP binding site and that repressor is absent from the operator. These conditions normally occur only in the absence of glucose and presence of lactose. നമുക്കറിയാം
എനർജി മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണ് എങ്കിൽ സെൽസിൽ ലാക് ഓപ്പറോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ കൂടുതലും എനർജി ലഭ്യമാകുന്നത് ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തിൽ നിന്നുമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് RNA പോളിമറേസ് ലാക് പ്രൊമോട്ടറിലേക്കുള്ള അതിൻ്റെ ബൈൻഡിങ് എന്ന് പറയുന്നത് വീക്ക് ബൈൻഡിങ് ആണ്. RNA പോളിമറേസ് ബൈ ഇറ്റ്സെൽഫ് ബൈൻഡ്സ് റാദർ പുവർലി ടു ദ ലാക് പ്രൊമോട്ടർ. അപ്പോൾ ഗ്ലൂക്കോസ് സ്റ്റാർവേഷൻ നടക്കുന്ന സമയത്ത് സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് സൈക്ലിക് AMPയുടെ ലെവല് കൂടുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് സ്റ്റാർവേഷൻ നടക്കുന്ന സമയത്ത് സൈക്ലിക് AMPയുടെ അളവ് കൂടുകയും അത് സെല്ലിൻ്റെ ഉള്ളിൽ ഒരു അലാം സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമാകുന്നു. സൈക്ലിക് AMPയുടെ അളവ് കൂടിക്കഴിയുമ്പോഴേക്കും സൈക്ലിക് AMP കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പം സൈക്ലിക് AMP കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീൻ പ്ലസ് സൈക്ലിക് AMP കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ക്യാപ് പ്ലസ് സൈക്ലിക് AMP കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? DNA കാണപ്പെടുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈറ്റ് ഏതാണ്? ക്യാപ് ബൈൻഡിങ് സൈറ്റ്. അപ്പം ദ CAP CAP plus cyclic AMP complex binds to the CAP binding site near the LAC promoter. LAC promoterന് തൊട്ടടുത്ത് കാണുന്ന CAP binding site CAP plus cyclic AMP complex വന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ RNA പോളിമറൈസിനെ സ്ട്രോങ് ആയിട്ട് പ്രൊമോട്ടറിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് ഈ ഒരു ബൈൻഡിങ് കാരണമാകുന്നു. ഹൈ ലെവൽ ട്രാൻസ്ക്രിപ്ഷൻ ലാക് ഓപ്പറോണിൽ നടക്കണം എന്നുണ്ട് എങ്കിൽ അതിന് എന്താവശ്യമാണ്? ക്യാപ് അതുപോലെ തന്നെ സൈക്ലിക് AMP രണ്ടും ആവശ്യമാണ്. അപ്പോൾ ക്യാപ് പ്ലസ് സൈക്ലിക് AMP കോംപ്ലക്സ് DNAയിലുള്ള ക്യാപ് ബൈൻഡിങ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ വളരെ സ്ട്രോങ് ആയിട്ട് RNA പോളിമറൈസിന് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യാനും അതിൻ്റെ മൂവ്മെൻറ്റിനും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിനും ഒക്കെ കാരണമാകുകയുള്ളൂ. ദാറ്റ് റിപ്രസർ ആ ഒരു കേസിൽ ആബ്സെൻ്റ് ആയിരിക്കും. കാരണം ഗ്ലൂക്കോസ് ആബ്സെൻ്റ് ആയിരിക്കുകയും ലാക്ടോസ് പ്രസൻ്റ് ആയിരിക്കുകയും ചെയ്യുന്ന കണ്ടീഷനിൽ ലാക്ടോസ് റിപ്രസർ മോളിക്യൂളിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുകയും ഈ റിപ്രസർ മോളിക്യൂൾ ഓപ്പറേറ്ററിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് RNA പോളിമറൈസിന് ഫ്രീലി മൂവ് ചെയ്യാൻ സാധിക്കുകയും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഗ്ലൂക്കോസും ലാക്ടോസും ഒരുപോലെ ആബ്സെൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ സൈക്ലിക് AMPയും ക്യാപ്പും അതിൻ്റെ കോംപ്ലക്സ് ക്യാപ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും എന്നാൽ RNA പോളിമറൈസിൻ്റെ മൂവ്മെൻറ്റ് നടക്കാതെ വരികയും ചെയ്യുന്നു. കാരണം റിപ്രസർ മോളിക്യൂൾ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ലാക്ടോസ് ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് റിപ്രസർ ഓപ്പറേറ്ററിൽ തന്നെയാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ ലോ ഗ്ലൂക്കോസ് when glucose levels are low, cyclic AMP is produced. The cyclic AMP attaches to CAP, allowing it to bind DNA. CAP helps RNA polymerase bind to the promoter, resulting in high levels of transcription. High glucose. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ when glucose levels are high, no cyclic AMP is made. CAP cannot bind DNA without cyclic AMP, so transcription occurs only at a low level. കാറ്റാബോളിക് ആക്ടിവേറ്റർ പ്രോട്ടീനും അതുപോലെ തന്നെ സൈക്ലിക് AMPയുടെയും ഇഫക്റ്റ് ജീൻ റെഗുലേഷനെ ഏത് രീതിയിൽ ബാധിക്കുന്നുവെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.